ഹായ് ഫ്രണ്ട്സ്, മുല്ലപ്പെരിയാർ ഡാം സ്ട്രെങ്തനിങ് വർക്ക് ചെയ്ത എഞ്ചിനീയർ പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ട് നോക്കാം. സമയത്തൊക്കെ അന്നേരത്തെ ഡാം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രമാത്രം മോശം അവസ്ഥയിലാണ് ഡാം. അതായത് വെള്ളം കണ്ടമാനം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളം പൈപ്പ് കൂടെ ചീറ്റും, 1 ഇഞ്ച് പൈപ്പ് കൂടെ 1.5 ഇഞ്ച് പൈപ്പ് കൂടെ ചീറ്റുന്ന പോലെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകി പോകുമ്പോൾ നമുക്ക് കാണാം. പക്ഷെ അന്ന് ആർക്കൊരു പേടിയൊന്നുമില്ല. എനിക്ക് അത്രയും ആൾക്കാർ ശ്രദ്ധിക്കുന്ന പരിപാടി 40 വർഷമായി സ്ഥിതിക്ക് ഈ ബലപ്പെടുത്തലിലൊക്കെ എന്തിനും ഒരു പരിധിയുണ്ട്. പുതിയ ഡാമിന് 50 എന്ന് പറഞ്ഞാൽ പിന്നെ ബലപ്പെടുത്തലിനായി കൂടുതൽ കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ബലപ്പെടുത്തിയത് പ്രഷർ ഗ്രൗണ്ട് ചെയ്തിട്ടില്ല. എല്ലായിടത്തും പറയുന്നത് പ്രഷർ ഗ്രൗണ്ട് ചെയ്ത് സാൻഡ് മിക്സ് ചെയ്ത് പ്രഷർ ഗ്രൗണ്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പ്രഷർ ഗ്രൗണ്ട് ചെയ്തിട്ടില്ല, സാൻഡ് മിക്സ് അല്ല ചെയ്ത്, വെറുതെ സിമെന്റ് സ്ലറി ഉണ്ടാക്കി ഭയങ്കരമായ ഉരുള് കൂട്ടി ഒരു ദിവസം 5 അടി വെള്ളത്തോട് ഉയർന്നു. ഒറ്റ ദിവസം അതായത് ഓവർഫ്ലോ തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കി. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ട് വളരെ വ്യക്തമായ രീതിയിൽ കാണുകയും അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത എഞ്ചിനീയറാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഇനി അധികം നാൾ നിൽക്കില്ല എന്ന്. അദ്ദേഹം പറഞ്ഞത് ആ ഒരു സ്ട്രെങ്തനിങ് വർക്ക് വെള്ളമുള്ള സ്ഥലത്ത് ചെയ്തിട്ടില്ല, വെള്ളമില്ലാത്ത സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. അതൊരു കാര്യം. പിന്നെ എത്ര തന്നെ സ്ട്രെങ്തനിങ് വർക്ക്, എത്ര തന്നെ റീവർക്ക് ചെയ്താലും ഒരു പുതിയ അണക്കെട്ട് കെട്ടുന്ന അത്രയും സ്ട്രോങ് ഉണ്ടാവില്ല എന്ന്. അന്ന് തന്നെ അവിടെ ചോർച്ച ഉണ്ടായത് കൊണ്ടാണ് അവര് ആ ഒരു വർക്ക് ചെയ്തത്. എന്നിട്ട് പോലും വെള്ളം മുഴുവൻ വറ്റിച്ച് കളഞ്ഞിട്ടല്ല ചെയ്തത്, വെള്ളമുള്ള സ്ഥലത്ത് ചെയ്തിട്ടില്ല, അതിന് പുറമെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വണ്ടി പുറമെ ചുറ്റും പെയിന്റ് അടിച്ചിട്ട് വണ്ടി പുതിയതാണെന്ന് പറഞ്ഞാൽ അത് എഞ്ചിൻ കംപ്ലൈന്റ് ആണെങ്കിൽ അത് ഓടുമോ? പിന്നെ നിങ്ങൾ പറയുന്നു, അവര് പിരമിഡിന്റെ എക്സാമ്പിൾ ഒക്കെ എടുത്തു വെച്ച് കാണിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നു. അതായത് ഇപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ തന്നെ അതായത് ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഇരുവശങ്ങളിലേക്ക് ഇങ്ങനെ പോകും. അയ്യോ, എന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ വരുള്ളൂ കേട്ടോ, സ്ലോ മോഷനിലേ വരുള്ളൂ. പൊട്ടുമ്പോ തന്നെ ഓൾറെഡി എല്ലാവർക്കും സിഗ്നൽ വരും, നിങ്ങൾ മാറിക്കോ, ഞാൻ പതുക്കെ അഴിഞ്ഞഴിഞ്ഞ് വരുള്ളൂ. മുല്ലപ്പെരിയാർ അടഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും അതുപോലെ മരങ്ങളും ഇതെല്ലാം കൊണ്ട് വരുമ്പോൾ ഒരു തരത്തിലുള്ള ഫോഴ്സ് ഉണ്ടാവില്ല, പതുക്കെ വരുള്ളൂ, സ്ലോ മോഷനിൽ. പിന്നെ എറണാകുളംകാരെ കൊച്ചിക്കാരെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ, ഒരു 5-6 ദിവസം എടുക്കും എറണാകുളത്തോട്ടി മുല്ലപ്പെരിയാർ ഇങ്ങനെ വരാൻ. അപ്പോഴേക്കും നമുക്ക് രക്ഷപ്പെടാലോ, സമയമുണ്ട് ഒരുപാട്. പിന്നെയും കുറച്ചുകൂടി റിസ്ക്കുള്ള ഏരിയ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് തൊടുപുഴ വരെയുള്ള ആൾക്കാർക്കാണ്. നിങ്ങൾ റിസ്കിലാണ്, നിങ്ങൾക്ക് ഒരു ദിവസം സമയം കിട്ടുള്ളൂ. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ മുല്ലപ്പെരിയാറിൽ നിന്നും തൊടുപുഴയിലേക്ക് ഒരു ദിവസം എടുക്കും, പതുക്കെ പതുക്കെ വരുള്ളൂ, ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സമയമാണ്, അപ്പൊ നിങ്ങളുടെ ജീവനൊന്നും പ്രശ്നമില്ല. പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? അതെല്ലാം കഴിഞ്ഞ് ഇനി തൊടുപുഴയിൽ വന്ന് പിന്നെ അത് ഇടുക്കിയിലേക്ക് വരുന്നു. ഇടുക്കിയിലകത്തോ ഇടുക്കി സ്ട്രോങ് ആണ്, ഇടുക്കി താങ്ങും. പിന്നെ അതിനും മുമ്പുള്ള കുളമാവും ചെറുതോണിയും, അയ്യോ അത് അവരും ഭയങ്കര സ്ട്രോങ് ആണ്, അതും താങ്ങും. പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം? മുല്ലപ്പെരിയാർ പൊട്ടിയാല് ഞങ്ങളൊന്ന് ഭരണപക്ഷത്തു നിന്ന് ഇറങ്ങട്ടെ, അപ്പൊ ഞങ്ങൾ കാണിച്ചുതരാം ഇതിന് ബലക്ഷയമുണ്ടോ എന്ന്. അന്ന് ബലക്ഷയം വരും, ഇപ്പൊ ഞങ്ങൾ ഭരിക്കുകയാണ്, ബലക്ഷയമില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ കൂടുതൽ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, വീഡിയോ ഇടാൻ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, വീഡിയോ ഇടുന്നവരെ താഴെ പോയി കമന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്. കാരണം എന്താ, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഭരിക്കുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടില്ല. ഞങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങട്ടെ, അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ ഇതുപോലെ പോയി സത്യാഗ്രഹം ചെയ്യും, നിരാഹാര സമരം ചെയ്യും, എന്നിട്ട് ഞങ്ങൾ വോട്ട് പിടിക്കും. ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഞങ്ങളൊക്കെ തിന്നുന്നത് അരിഭക്ഷണമാണ്. ഇനിയും ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങളുടെ കുറെ ആൾക്കാർ വന്ന് വീഡിയോയിൽ പറയുന്നു, പത്രസമ്മേളനം ചെയ്യുന്നു, മുല്ലപ്പെരിയാറിന് ഒരു പ്രശ്നമില്ല എന്ന്. ഈ ഒരു എഞ്ചിനീയർ പറഞ്ഞ കാര്യം അത് നിങ്ങൾക്ക് മണ്ടത്തരമാണെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഒരു ഡാം പണിതാൽ അതിന് കാലാവധി ഉണ്ട്. ഈ കാലാവധിയും കഴിഞ്ഞ് നിൽക്കുന്ന ഈ അത്ഭുത പ്രതിഭാസം, ഇത് ലോകം, ഇന്ത്യ മാത്രമല്ല വേൾഡിൽ മൊത്തം അറിയപ്പെടേണ്ട ഒരു പ്രതിഭാസമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ. പഴകും തോറും ബലം കൂടി വരുന്ന മുല്ലപ്പെരിയാർ. അങ്ങനെയാണ് ഞങ്ങൾക്ക് അഭിമാനിക്കാം, കേരള ജനതയ്ക്ക് അഭിമാനിക്കാം കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, പറഞ്ഞ കാര്യങ്ങളൊക്കെ മണ്ടത്തരമാണെന്ന് പറയുമ്പോഴും നിങ്ങൾ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ നോക്കാറില്ല. ഒരു കാരണവശാലും ഡാം പൊട്ടില്ല എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് എഞ്ചിനീയർ പണിത ഡാമുകളൊന്നും പൊട്ടില്ല. പൊട്ടുമെന്ന് പറയുന്നവരാണ് മണ്ടന്മാർ. ഈ ജീവൻ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരും പിഞ്ചു കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവൻ വെച്ചിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയ കളി, നിങ്ങളുടെ രാഷ്ട്രീയ ചതി നിർത്തൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ വോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യുന്നു പറഞ്ഞു ഓരോന്ന് ചെയ്ത് പറഞ്ഞു ഭരണപക്ഷത്ത് കയറിയിട്ട് നിങ്ങൾ ഇങ്ങനെ വാക്ക് മാറ്റി പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ ഇനി ആര് വിശ്വസിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, ഒരു നല്ല യോദ്ധാവ് എന്ന് പറയുന്നത് സ്വന്തം പ്രജകളെ
സംരക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവനാണ്, ശത്രുക്കളെ തോൽപ്പിക്കുന്നവനാണ്. പക്ഷെ സ്വന്തം പ്രജകളെ രക്ഷിച്ചുകൊണ്ട് വേണം. പിന്നെ നിങ്ങൾ ഏത് ഭരണപക്ഷക്കാർ, ഏത് പാർട്ടിക്കാർ കയറിയാലും എന്തെങ്കിലുമൊക്കെ വികസനം കാണിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഏത് പാർട്ടിക്കാർ കയറിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇനി ഞാൻ എന്റെ കാര്യം പറയാണ്, ഞാൻ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറിന് വേണ്ടി ആരാണോ, ഏത് പാർട്ടി ആയിക്കോട്ടെ, LDF ആണ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. മുല്ലപ്പെരിയാറിന് അനുകൂലമായി, അതായത് ഞങ്ങളെ പോലുള്ള ജനങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യും. അതിന് BJP ആണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ BJPക്ക് വോട്ട് ചെയ്യും. ഇനി അത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഇനി അതൊന്നുമല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ. കാരണം ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥ നേതാവ്. മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ വികസനം ഇപ്പൊ ഏത് പാർട്ടിക്കാർ കയറിയാലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഇതൊന്നുമില്ല ഇപ്പൊ ആര് കയറിയാലും. പക്ഷേ ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് കേരളത്തെ സംരക്ഷിക്കുക എന്നതാണ്. ഈ മുല്ലപ്പെരിയാർ പൊട്ടി വന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ വെള്ളം ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ പതുക്കെ സ്ലോ മോഷനിൽ വന്ന് അതിന് മുമ്പ് പൊട്ടുമ്പോ തന്നെ ഞാൻ പൊട്ടാൻ പോവാൻ എല്ലാവരും ഓടിക്കോ എന്ന് പറഞ്ഞൊരു അലാറമൊക്കെ തന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോകാം. പിന്നെ കൊച്ചിയിലോട്ട് എത്തുമ്പോഴേക്കും കൊച്ചിയിലോട്ട് പിന്നെ എത്തില്ലെന്നൊക്കെയാണ് ഇവിടെ പലരും പറയുന്നത്. ഇനി അഥവാ എത്തിയാൽ 5-6 ദിവസം എടുക്കും. അപ്പോഴേക്കും നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് സമയമാണ്. കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 2018 ഡാം തുറന്നു വിട്ടപ്പോൾ വീട്ടിലൊക്കെ പ്രളയം, വീട്ടിലൊക്കെ വെള്ളം കയറി കഴുത്തോളം വെള്ളത്തിൽ പോയി ക്യാമ്പിൽ താമസിച്ച ആൾക്കാരാണ് ഈ പറയുന്നത്. എന്താണ് കാര്യം? ഇവരുടെ വിചാരം അതിനെതിരെ സംസാരിച്ചാൽ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്കാണ് പ്രശ്നമെന്നാണ്. അപ്പൊ അവരുടെ അടിമകളാണ് ഇവര്. അതുകൊണ്ട് അവർക്ക് പേടിയാ പറയാൻ. നല്ലൊരു കാര്യം പറയാ, എന്റെ അഭിപ്രായം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഞാൻ എന്റെ വീട്ടുകാരെ പൊതുവിലോട്ട് ഉൾപ്പെടുത്തുന്നില്ല, അവരുടെ ഇഷ്ടം, ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, മുല്ലപ്പെരിയാർ വിഷയത്തില് ജനങ്ങൾക്ക് അനുകൂലമായി ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഇനി വോട്ട് ചെയ്യുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് പുതിയ ഡാം ഇനി അവിടെ പണിത് തരേണ്ട സാറുമാരെ, ഞങ്ങളുടെ മക്കൾക്ക് ഒരു വലിയൊരു, ഞങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ വലിയൊരു ഭാരം ഇനി അവർക്ക് അവരുടെ തലയിലോട്ട് വെച്ച് കൊടുക്കണ്ട. പിന്നെ കേരള സർക്കാർ ഒരു പദ്ധതി ഇടുന്നു, 1400 കോടി രൂപയുടെ പ്രൊജക്റ്റിൽ പുതിയൊരു ഡാം പണിയുന്നു. ആഹാ, എന്തൊരു നല്ല സ്വപ്നം. അത് 5-8 വർഷം എടുക്കും ആ ഡാം പണിയാൻ. ഈ ഒരു കാര്യം ഇവര് പണ്ടും ഇതിനു മുമ്പും വെച്ചതാണ്. ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അന്ന് തമിഴ്നാട് സമ്മതിച്ചില്ല, അതങ്ങനെ തള്ളിപ്പോയി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവര് പറയുന്ന കാര്യം പ്രാബല്യത്തിൽ വരുമോ ഇല്ല എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അവർ തയ്യാറാക്കുന്നുണ്ട്. അതിന്റെ ഒരു കരട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മാസം അവസാനം സമർപ്പിക്കും. അപ്പോൾ ഈ ഒരു എഞ്ചിനീയർ പറഞ്ഞ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞത്രയും വരുമോ? ഈ നമ്മൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല, അവിടെ ആർക്കും പ്രവേശനമില്ല. എന്താ കാര്യം പ്രവേശനമില്ലാത്ത? അവിടെ പ്രവേശിച്ച് അവിടുത്തെ ചോർച്ചയും അവിടുത്തെ പ്രശ്നങ്ങളും പുറം ലോകം അറിയും, വീഡിയോ എടുക്കും, ചർച്ചാ വിഷയമാവും. ഇപ്പൊ തന്നെ ഓൾറെഡി എല്ലാ സോഷ്യൽ മീഡിയാസിലും എല്ലാം ചർച്ചയാവുന്നുണ്ട്. കാരണം കേരള മക്കളോട്, സ്വന്തം മണ്ണിനോട് സ്നേഹമുള്ള ഓരോരുത്തരും ചർച്ച ചെയ്യും. നമ്മൾ തമിഴ്നാട്ടുകാരുടെ വെള്ളം കൂടി ഒന്നും മുട്ടിക്കുന്നില്ല. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ, അതിൽ തന്നെയാണ് നിൽക്കുന്നത്. മുല്ലപ്പെരിയാർക്ക് തമിഴ്നാടിന് ദൈവം, നമ്മൾക്ക് അതിപ്പോ കാലനാണ്. അപ്പോ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടാവണം. അത് ഞങ്ങൾക്ക് പുതിയ ഡാം പണിതിട്ട് വേണ്ട. അവരുടെ ഡാം ടണലിൽ കൂടി തന്നെ മാക്സിമം വെള്ളം കൊണ്ടുപോയി ഞങ്ങൾക്ക് ജലനിരപ്പ് കുറച്ചേ പറ്റൂ. കാരണം തുങ്കഭദ്ര തന്ന അടയാളം, ഒരുപാട് അടയാളങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് തൊട്ട് തുടങ്ങുകയാണ്. വയനാട്, തുങ്കഭദ്ര, കർണാടകയിൽ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷമാണ് വയനാട്ടിൽ ദുരിതമുണ്ടാവുന്നത്. ഇപ്പൊ തുങ്കഭദ്ര അണക്കെട്ടിന്റെ പൊട്ടി, ഈ പറയുന്ന സുർക്കിയിലും ഒക്കെ ഉണ്ടാകാൻ 71 വർഷത്തെ പഴക്കമുണ്ട്. ഇത് പിന്നെ അത്ഭുത പ്രതിഭാസമായ മുല്ലപ്പെരിയാർ അറിഞ്ഞ് എത്ര വർഷം കൂടി നിൽക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് അതിന് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ആശങ്കപ്പെടേണ്ട, ഇപ്പൊ പൊട്ടില്ല, നാളെ പൊട്ടിയാലോ? പൊട്ടാൻ വേണ്ടി പറയുന്നതല്ല. കാരണം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എല്ലാം ഒലിച്ചു പോകും. നമ്മൾ പിന്നെ ജീവിച്ചിട്ട് നമുക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? കേരളം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? എന്തൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തിനാ ഞാൻ പറയാനെന്ന് അറിയോ? ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അവര് ഉറക്കം അടിക്കുകയൊന്നും അല്ല കേട്ടോ, അവർ ഇത് മനസ്സിലാക്കിയിട്ട് അവരൊന്നും അറിയാത്തതുപോലെ അവർ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ആൾക്കാരാണ് വീഡിയോ ചെയ്യുന്നത്? മുല്ലപ്പെരിയാർ ഒരു പ്രശ്നവുമില്ല, പറഞ്ഞ് അനാവശ്യമായ ഓരോ ഭീതി വരുത്തുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഇത് എങ്ങനെ മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് മനസ്സിലായി. എവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു, ആൾക്കാരിലേക്ക് അത് പ്രചരിപ്പിക്കുന്നു. പക്ഷെ നിങ്ങൾ മനുഷ്യത്വമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ രാഷ്ട്രീയം തലക്ക് പിടിച്ച് നടക്കാതെ നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങൾ ഞങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. പിഞ്ചു കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, വയസ്സായ ആൾക്കാർ, ഇതുപോലെ തളർന്നു കിടക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി അഥവാ ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും ആ ഒരു കാര്യം നടപ്പില്ല. എല്ലാത്തിനും കാലാവധി ഉണ്ടെന്ന് പറഞ്ഞു മടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും മൂടന്മാരെ പോലെ ഇരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയേണ്ടത്? ഞാൻ ഇനിയും പറയും, ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇനിയും വീഡിയോ ചെയ്യും. മാക്സിമം നിങ്ങൾ വീഡിയോ
ഇതിനനുകൂലിക്കുന്നവർ ഷെയർ ചെയ്യണം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം അവരും ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ്. അവരുടെ അജണ്ട എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്? ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്ത എഞ്ചിനീയർ തന്നെ പറഞ്ഞു പുതിയ ഡാം സുരക്ഷിതമല്ല എന്ന്. അദ്ദേഹത്തോളം വരുമ്പോ നിങ്ങൾക്കുള്ള അറിവ്, അദ്ദേഹം അവിടെ അന്ന് റീവർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം വ്യക്തമായി അറിയാം. എന്നിട്ട് പോലും ഈ അഡ്വക്കേറ്റ് റസൽ പറയുന്ന കാര്യങ്ങൾ മണ്ടത്തരമാണ്, നമ്മളൊക്കെ പറഞ്ഞെല്ലാം വിഡിത്തരമാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ്, രാഷ്ട്രീയ കളി കളിക്കുന്നത്? ആ രാഷ്ട്രീയ കളിക്ക് ഇങ്ങനെ രാഷ്ട്രീയ പ്രജകൾ അടി നിങ്ങൾ തൊഴുതു നിന്നോളൂ. മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ തൊഴുതുന്നോളൂ. നിങ്ങളുടെ വികസനത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ അഴിമതിയോ അങ്ങനൊന്നും പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ല. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. പല കാര്യങ്ങളും അറിയാം, പക്ഷെ ഒന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും ചെയ്തോട്ടെ. കാരണം എല്ലാവരും അവനവന്റെ പോക്കറ്റ് നിറക്കാൻ കയറുന്നവരാണെന്ന് മനസ്സിലായി. നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. എനിക്ക് ജോലി ഉണ്ടെങ്കിൽ എന്റെ കുടുംബത്തിന് ജീവിക്കാം, നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാം. അല്ലാതെ നമുക്ക് ആരിൽ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ചില ആൾക്കാരുണ്ട് പാവങ്ങൾ, 1600 രൂപ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ, അതുപോലും മുടങ്ങി കിടക്കുകയാണ്. അപ്പോ അഴിമതി വികസനം ഈ ഒരു ടോപ്പിക്ക്, ഇങ്ങനത്തെ ഒരു കാര്യം തന്നെ എനിക്ക് ചർച്ച ചെയ്യണമെന്നില്ല. കാരണം ഞാനത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും അവനവന്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നവരാണ്. പക്ഷെ മുല്ലപ്പെരിയാർ വിഷയം ഞാൻ ചർച്ച ചെയ്യും. കാരണം അത് കേരളത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ മക്കളും ഉണ്ട്. എനിക്ക് എന്റെ മക്കളെ, എന്റെ ജീവനാണ് എന്റെ മക്കൾ. അതുപോലെ ഓരോ അമ്മമാർക്കും അവരോരോ മക്കള് ജീവനാണ്. ഞാൻ ആ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് അനുകൂലമായ നടപടി കിട്ടണം. ഞാൻ വോട്ട് ചോദിച്ചാൽ ആരെങ്കിലും വന്നാൽ തന്നെ ഞങ്ങൾ മുല്ലപ്പെരിയാറിന് വേണ്ടി ചെയ്യാം, ഞങ്ങൾ അങ്ങ് കയറി കഴിയുമ്പോൾ മലമറിക്കും എന്നൊന്നും പറഞ്ഞ ആരും വരണ്ട. കാരണം കയറി കഴിഞ്ഞവർ കാണിച്ചത് നമുക്കൊരു വലിയൊരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. കയറുന്നതിന് മുമ്പ് എന്തായിരുന്നു, കയറി കഴിഞ്ഞപ്പോൾ എന്താണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരാളിനും വിശ്വാസമില്ല. ആരാണ് മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് പ്രതിഷേധിക്കുകയും നമ്മൾക്ക് അനുകൂലമായ ഒരു നടപടി നേടിത്തരികയും ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട്. വികസനത്തിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ പ്രത്യേകിച്ച് പിന്തുണയ്ക്കുന്നില്ല. കാരണം എല്ലാവർക്കും ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, മുല്ലപ്പെരിയാർ പൊട്ടി വന്നാൽ ഇടുക്കി തടഞ്ഞു നിർത്തുന്നു പറയുന്നവരോട് ഇടുക്കി തടഞ്ഞു നിർത്തിക്കോട്ടെ. അതിന് ഈ ഇടുക്കിക്കും മുല്ലപ്പെരിയാറിനും ഇടയിലുള്ള മനുഷ്യരാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഇടുക്കി തടഞ്ഞു നിർത്തിയാലും ഡാം തുറന്നു വിടേണ്ട അവസ്ഥ വരും. ഡാം തുറന്നു വിട്ടാല് എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം, അനുഭവിച്ചവർക്കും. അതുപോലെ കുളമാവ്, ചെറുതോണി, ഈ അണക്കെട്ടുകളൊക്കെ താങ്ങുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇടുക്കി ചിലപ്പോൾ താങ്ങുമായിരിക്കും, ചിലപ്പോൾ. അതും എനിക്ക് ഉറപ്പില്ല. കാരണം ഇടുക്കിയും 19 വർഷം കഴിഞ്ഞ ഡാമാണ്. മാത്രമല്ല ഈ വരുന്നത് വെറുതെ ഇങ്ങനെ ഒഴുകി പതുക്കെ വെള്ളമല്ല വരുന്നത്. ഇതൊക്കെ ഇനി എങ്ങനെയാണ് ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സമർത്ഥിക്കുന്നത്? എല്ലാത്തിനും ഒരു കാലാവധിയില്ല. മനുഷ്യനിർമ്മിതമായ എല്ലാത്തിനും ഒരു കാലാവധിയില്ലേ? ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് അവിടെ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാതെ, നിങ്ങൾ പല ആൾക്കാരെയും കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തി സംസാരിപ്പിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. നിങ്ങളെല്ലാം കുടുംബസമേതം വന്ന് ഈ മുല്ലപ്പെരിയാറിന് താഴെ താമസിക്കൂ. ഈ മന്ത്രിമാരോട് എനിക്ക് പറയാം, നിങ്ങൾ നിയമസഭ തിരുവനന്തപുരത്ത് മാറ്റൂ. നിങ്ങൾ അവിടെ ഒരുപാട് നവീകരണങ്ങളെല്ലാം നടത്തുന്നില്ല. നിങ്ങൾ നിയമസഭ മുല്ലപ്പെരിയാറിന്റെ അടുത്തോട്ട് മാറ്റി കാണിക്കൂ. എന്നിട്ട് നിങ്ങൾ പറയൂ. എന്നിട്ട് അപ്പൊ ഞങ്ങൾ വിശ്വസിക്കാം, ഞങ്ങൾ വിശ്വസിച്ചിരിക്കും. തീർച്ചയായിട്ടും അടുത്ത വോട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യും. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ, നിങ്ങളുടെ വീടൊക്കെ മാറ്റി നിങ്ങൾ ഇവിടെ നിന്ന് താമസിച്ചു, ഇത് പൊട്ടില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. ഞങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ നിന്ന് താമസിക്കുക എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് വന്ന് താമസിക്കൂ. ഉറപ്പാണ്, ഞാൻ വോട്ട് ചെയ്തിരിക്കും, ഞാൻ ചെയ്യും. അതിനുള്ള ചങ്കുറ്റം ഉണ്ടോ? അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കില്ല. നിങ്ങളൊക്കെ സുരക്ഷിതമായ സ്ഥാനത്തിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവനില് ഒരു വിലയും കൽപ്പിക്കാതെ നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ പത്രസമ്മേളനവും അതുപോലെ മാധ്യമത്തിലൂടെ സംസാരിച്ചാൽ എന്താണ്? ദൈവത്തെ ഓർത്ത് കുറച്ചെങ്കിലും മനസാക്ഷി കാണിക്കും. ഇതൊക്കെ ഇനി ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ എന്തായാലും ഇന്ത്യക്ക് പുറത്തും ഒരുപാട് മലയാളികളുണ്ട്. അവരൊക്കെ ഇത് കാണുമായിരിക്കും ഒരു പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ. അയ്യോ, അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മളൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്തരം ആളുകൾ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യർ പറയുന്നത് മനസ്സിലാക്കൂ. എന്തിനാണ് ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞത്? എവിടെയൊക്കെ ഡാം കറന്നിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞാൽ അത് ഇങ്ങനെ നിൽക്കും. നിങ്ങൾ എന്താണ് എനിക്കൊന്നും ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അത് ഗ്രാവിറ്റി ഡാം, എന്തൊക്കെയാണ് പേര്? ഗ്രാവിറ്റി ഡാം, സുർക്കി, ശർക്കര, എനിക്കൊന്നും അറിയില്ല. നിങ്ങളൊക്കെ എവിടത്തുകാരാണ്? അപ്പൊ ഇതിന് ഈ ഒരു ഡാമിന് എക്സ്പയറി ഡേറ്റ് ഇല്ല കേട്ടോ. ഇനി അഥവാ കേരള സർക്കാർ തീരുമാനിച്ച് പുതിയൊരു ഡാം കെട്ടാമെന്ന് പറഞ്ഞാലും 8 വർഷത്തോളം മുല്ലപ്പെരിയാർ അങ്ങനെ നിന്നോളും. അതിന് ഒരു കുഴപ്പമുണ്ടാവില്ല, അത് അനങ്ങില്ല കേട്ടോ, അതങ്ങനെ നിന്നോളും. അപ്പൊ ഈ 8 വർഷം ഡാം കെട്ടുന്ന 8 വർഷം നിങ്ങൾ നിയമസഭ അങ്ങോട്ട് മാറ്റി നിങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് അവിടെയൊക്കെ താമസിക്കണം, ഇതിന് ചുറ്റുവട്ടത്ത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം, ഞങ്ങൾ ഓക്കെ എഗ്രി പറയുന്നു. അന്ന് ഡാം കിട്ടിയാലും നിങ്ങൾ പോകരുത്. ഡാം കിട്ടിയ പിന്നെ എന്തായാലും അവിടെ താമസിക്കണം, താമസിച്ചേ പറ്റൂ.
8 വർഷം ഡാം പണിയുന്ന വരും അത്രയും വർഷം ഡാം പൊട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ കഴിയുമോ? നമ്മുടെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തെരുവിലിറങ്ങും. നിങ്ങൾ അന്ന് സമരം ചെയ്തില്ലേ? നിങ്ങൾ മനുഷ്യചങ്ങല തീർത്തില്ലേ? നിങ്ങൾ നിരാഹാരം കിടന്നവരല്ലേ? ബലക്ഷയമുണ്ട് പൊട്ടുമെന്ന് പറഞ്ഞ്. അതുപോലെ നിങ്ങൾ ഇറങ്ങും. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ ഇറങ്ങും, ഞങ്ങൾ ഇറങ്ങും, ജനങ്ങൾ ഇറങ്ങും, എല്ലാവരും നിങ്ങളുടെ കൂടെ ഇറങ്ങും. കേരളം മുഴുവൻ. അപ്പൊ നിങ്ങൾ ഒരു രാഷ്ട്രീയം ഒന്നും നോക്കാതെ മുഖ്യമന്ത്രി അങ്ങനെ ഇറങ്ങി, ഈ മന്ത്രിമാരെല്ലാം ഇറങ്ങിയാല് തീർച്ചയായിട്ടും ജനങ്ങൾ ഇറങ്ങും. അപ്പൊ സുപ്രീം കോടതിക്ക് നമുക്ക് അനുകൂലമായി വിധി തരാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ സുപ്രീം കോടതിക്ക് വിടുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതി അത് പറയുന്നു, തമിഴ്നാട് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഇനിയും വിഷമിപ്പിക്കാതെ, ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലാതെ ഇതിലും ബിജെപിക്കാരോ കോൺഗ്രസ്സുകാരോ LDFകാരോ അല്ലെങ്കിൽ മറ്റ് ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇറങ്ങി നോക്കൂ. അതുപോലെ ഈ പറഞ്ഞ മന്ത്രി റോഷൻ അഗസ്റ്റിൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പറയുന്നില്ലേ കുഴപ്പമില്ലെന്ന്, പിന്നെ നിങ്ങൾ അന്ന് എന്തിനാണ് സമരത്തില് കഴുത്തിൽ മാലയിട്ട് നിരാഹാര സമരത്തിൽ ആ പന്തലിൽ പോയി കിടന്നത്? ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയി കിടന്നതായിരുന്നോ? വിഷമമുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഭരണത്തിൽ കയറിയിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നത് കാണുമ്പോൾ. നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങും. നിങ്ങളെ കൊണ്ട് തമിഴ്നാടിനെ കൂടി സംസാരിച്ച് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുന്നില്ല. ഇത് സുപ്രീം കോടതി കയ്യിൽ കിടക്കുന്ന കേസാണ്. നമ്മൾ കേരള ജനത മുഴുവൻ ഇറങ്ങിയാല് എന്താ കോടതി വിധി നമുക്ക് അനുകൂലമല്ലാന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും പെറ്റീഷൻ സൈൻ ചെയ്ത് കൊടുത്താൽ എന്താണ്, ഞാൻ പറയാം, പെറ്റീഷന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. അതായത് ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പല ആൾക്കും അറിയില്ല എന്ന് പറയുന്നു. ആ ലിങ്ക് ഞാൻ താഴെ ഇടും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആവും. ആ പേജിൽ നിങ്ങളുടെ പേരും ഇമെയിൽ ഐഡിയും കൊടുക്കണം. അതിനുശേഷം സൈനിങ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐ വിൽ ഷെയർ, ഇത് മാക്സിമം നമ്മൾ ഷെയർ ചെയ്യാനുള്ളൊരു 3-4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആ ലിങ്ക് കോപ്പി ആവും. അത് നമ്മുടെ ഫ്രണ്ട്സുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകൾക്കും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയസിലൂടെ നമുക്ക് ആ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ മാക്സിമം നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ആ ഒരു പെറ്റീഷൻ നിങ്ങൾ സൈൻ ചെയ്യണം. അതുപോലെ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പുഴയുടെ കുറുകെയുള്ള പാലങ്ങളിലൊക്കെ നിന്നിട്ട് നമ്മൾ പ്രതിഷേധം ചെയ്യുന്നുണ്ട്. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ. തമിഴ്നാട് ആ വെള്ളം മുഴുവനും കൊണ്ടുപോയിക്കോട്ടെ. കേരളത്തിന് വേണ്ടത് സുരക്ഷയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കേരളം വേണം. രാഷ്ട്രീയക്കാർക്ക് വേണ്ടെങ്കിൽ ജനങ്ങൾക്ക് കേരളം വേണം. നമ്മുടെ മണ്ണാണത്, നമ്മൾ ജനിച്ചു നടന്ന മണ്ണാണ്. നമ്മുടെ മക്കൾ ഇനി അതിൽ ജീവിക്കണം. പുതിയൊരു ഡാം ഞങ്ങൾക്ക് വേണ്ട. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം. ഞങ്ങൾക്ക് പുതിയ ഡാം വേണ്ട. പുതിയ ഡാം തന്ന് ഇനി ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് പുതിയൊരു ഡാം വേണ്ട. ജനങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. ജനാധിപത്യ രാജ്യമാണെങ്കിൽ ജനങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ജനങ്ങളുടെ സ്വാതന്ത്ര്യം നോക്കണം. ഒരു കരാറിൽ ചുമ്മാ പോയി ഒപ്പിട്ട് പുറത്തേന്റെ ആണെങ്കിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ഞങ്ങളെ പെടുത്താൻ നോക്കണ്ട. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രതിഷേധിക്കുക. എല്ലാവരും വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യുക. മാക്സിമം ഇത് ആളുകളേക്ക് എത്തിക്കുക.